ഹായ് കൂട്ടുകാരെ, ജൂൺ 19 എൻ്റെ കുഞ്ഞാപ്പിയുടെ ജന്മദിനമാണ്. നമുക്കൊരു നമ്പർ കേക്ക് ഉണ്ടാക്കിയാലോ? കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ പൊടി എടുത്ത് വെച്ചൊക്കെയാണ് കേട്ടോ. ഈ 2 കപ്പിൽ പൊടി എടുത്തിട്ടുണ്ട്. ഇത് 250 ml മെഷറിങ് കപ്പാണ്. അതിൽ 2 കപ്പും ഇതിൽ 1 കപ്പും മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് അരിച്ച് ഈ പാത്രത്തിൽ വെച്ചൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതേ ഈ സ്പൂണിൽ വലിയ സ്പൂണാണ്, ഇതിൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് 3 പ്രാവശ്യം അരിച്ചിട്ട് മാറ്റി വെച്ചൊക്കെയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ കപ്പിൽ തന്നെ പഞ്ചസാര അളന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അളവിൽ തന്നെ വേണം പഞ്ചസാരയും ഇട്ട് കൊടുക്കാനായിട്ട്, പൊടിച്ച പഞ്ചസാര കേട്ടോ. ഞാൻ 7 മുട്ട നനവൊന്നുമില്ലാത്ത പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ സ്പൂണിൽ തന്നെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ കപ്പിൽ തന്നെ ഞാൻ പഞ്ചസാര പൊടിച്ചത് അളന്നെടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് പഞ്ചസാര എടുത്തതാണ്. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റെടുക്കാം കേട്ടോ. ഈ എല്ലാ പഞ്ചസാരയും ഈ പാത്രത്തിൽ എടുത്തിട്ടില്ലേ, എല്ലാ പഞ്ചസാരയും 1 ടീസ്പൂൺ 2 ടീസ്പൂണായിട്ടൊക്കെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതേ ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കാണുമ്പോൾ മനസ്സിലാവും. കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കപ്പിൽ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ബീറ്റ് ചെയ്തരുത്, പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റണം. അങ്ങനെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് പെട്ടെന്നൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കുക. ബീറ്റർ മാറ്റിയിട്ടുണ്ട്. ഞാൻ സ്പാച്ചുല എടുത്തിട്ടുണ്ട്. നമുക്കിനി സ്പാച്ചുല എടുത്തിട്ട് ഈ പൊടി നമ്മൾ ആദ്യം അരിച്ചു വെച്ച പൊടി ഉണ്ടല്ലോ, മൈദപ്പൊടി, അത് കുറേശ്ശെ ഇട്ടിട്ട് ഈ സ്പാച്ചുല കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. തിരിച്ച് ഇങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഏത് ഭാഗത്തേക്കാണ് മിക്സ് ചെയ്തത് ആ ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇട്ട പൊടി എല്ലാം മിക്സായി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എല്ലാം മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 1 സ്പൂണോ 2 ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് ഓവനൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് വിനാഗിരിയില്ലേ, അത് ഒരു 2 മൂടി വെച്ച് കൊടുക്കുക. 1 മൂടി 1 സ്പൂൺ അളവാണ്. അപ്പോൾ 2 മൂടി വെച്ച് കൊടുക്കുക. ഇതിൽ പൊടി കൂടുതലുണ്ടല്ലോ, എല്ലാം കൂടുതലുണ്ടല്ലോ, 2 കേക്ക് ഉണ്ടാക്കണതാണല്ലോ. അപ്പോൾ നമുക്ക് 2 മൂടി വെച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തേക്കണം മുട്ടയുടെ ആ ഒരു സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വിനാഗിരി ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ല് നമുക്ക് കൂടുതലായിട്ട് കേക്ക് കഴിക്കുമ്പോൾ വരില്ല. അതിനാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അത് കേക്ക് ബേക്ക് ചെയ്യണതിൻ്റെ കുറച്ച് മുമ്പ് മാത്രമാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നേരത്തെ വെച്ച് കൊടുക്കാൻ പാടില്ല. ഇത് ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കേക്ക് ടിന്നും കൂടി എടുത്തിട്ടുണ്ട്. അതും അതിലേക്കും ഓയിലൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തൊക്കെയാണ്. നമുക്കിനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 2 ട്രേയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് തട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഓവനിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്കിൻ്റെ ഒരു മണമൊക്കെ വരും. ഇത് വെന്ത് വരുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം.
കേക്ക് ഞാൻ ദേ തണുത്തപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ടീനിന്ന് ഞാൻ കേക്ക് എടുക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ദേ ഞാൻ ദേ കേക്ക് തണുത്ത് കഴിഞ്ഞപ്പോൾ ദേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണല്ലോ. അപ്പം ഞാൻ നമ്പർ കേക്കാണ് റെഡിയാക്കണത്. അപ്പോൾ നമ്പർ 2 ആണ് ഞാൻ ഇതുകൊണ്ട് ഇപ്പോൾ റെഡിയാക്കണം. അപ്പോൾ ഇങ്ങനെ കേക്കിൻ്റെ 4 വശവും ഒരേപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണ്ടാന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നടുവീന്ന് ഒത്ത സെൻറ്ററിൽ നിന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ 4 സൈഡും ഒത്ത ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് മുറിച്ച് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. 2 ഭാഗത്തുനിന്നും മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് 2 നമ്പർ ഇടേണ്ടതിൻ്റെ ഒരു ഭാഗം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ ഈ ഒരു അളവിൽ മുറിച്ചെടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാന്നറിയാൻ പാടില്ല, ഞാൻ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കിയത് വാനില സ്പോഞ്ചാണ്, വേറെ ഫ്ലേവറൊന്നുമില്ല, വാനിലയുടെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത്രയും മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഈ കേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഈ നമ്പർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കേക്കാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്. ഇതും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പം ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു അളവിന് ഈ കേക്കൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു അളവ് വേണം. ആ ഒരു അളവ് ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ പാകത്തിന് നമുക്ക് നേരെ അങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് കേക്ക് ബോർഡിൽ ഞാൻ 2 എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് കാണിക്കുകയാണ് കേട്ടോ. ഞാനത് ഇങ്ങനെ മുറിച്ചെടുത്തില്ലേ, അത് കേക്ക് ബോർഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത് വെച്ചേക്കണതൊക്കെ മനസ്സിലായില്ലേ. ഇത് കുറച്ച് ഇവിടെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അത്രയും പൊക്കം ഇതിലില്ല, അതല്ലെങ്കിൽ ക്രീം തേച്ചിട്ട് സെറ്റ് ചെയ്താലും മതി. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 ആയിട്ടുണ്ട്. നമുക്കിത് ഇനിയൊന്ന് ലെയറാക്കണം കേട്ടോ. ഞാനിപ്പോൾ ലെയറൊക്കെ ആക്കണതിന് മുമ്പ് തന്നെ അങ്ങനെ മുറിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ഒരു 2 ലെയറാക്കി എടുക്കാം. ഞാനിത് ഇതെല്ലാം 3 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രം 2 എണ്ണമാണ് ആക്കിയേക്കണത്, 3 ലെയറാക്കാൻ ഇല്ലത്. അപ്പോൾ ഞാൻ 2 എണ്ണം ആക്കിയുള്ളൂ. ഇതിൻ്റെ ഒപ്പം വെത്താനായിട്ട് ഒരു ചെറിയ പീസും കൂടി, നേരിയൊരു പീസും കൂടി വെക്കണം. അപ്പം ഞാൻ അങ്ങനെ വെക്കേണ്ട ക്രീം കൊണ്ട് അത് സെറ്റാക്കി എടുക്കാമെന്ന് ഓർത്ത് അത് 2 ആക്കിയുള്ളൂ കേട്ടോ. ഇത് 3 ആക്കിയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. ഫിയോനയുടെ ക്രീമാണ് എടുത്തേക്കണം. 2.5 കപ്പ് നമുക്ക് ക്രീം എടുക്കാം. 1 മൂടി വാനില എസൻസ് വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫ്ലഫി ആവുന്നവരെയും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ക്രീം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലോണം ടൈറ്റായിട്ടുണ്ട്. പിന്നെ പഞ്ചസാര സിറപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ വെക്കണ സ്ഥലത്ത് ഒന്ന് ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അത്രയും സ്ഥലത്ത് ക്രീം കുറേശ്ശെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് 1 ലെയർ വെച്ച് കൊടുക്കാം. 1 ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തേക്കും പഞ്ചസാര സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ക്രീമാക്കി കൊടുക്കാം കേട്ടോ. കശുവണ്ടി ഞാൻ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മുകളിലിട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 ലെയറും ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാര സിറപ്പ് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
കേക്ക് ഏകദേശം ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെറിയ രീതിയിൽ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നേരിയൊരു യെല്ലോ കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ ക്രീമിൽ. നമുക്ക് അതിൻ്റെ അരികത്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം കേട്ടോ. അരികത്ത് മുതൽ താഴത്തും മേളിലും. ഞാൻ ഇപ്പം മേളിലാണ് ഇപ്പം ആദ്യം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് താഴത്തേക്കും ചെയ്യാം. ഒരുപാട് വലിയ ഡിസൈനൊന്നും ചെയ്യണില്ല കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തേക്കണത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും എഴുതണില്ല കേട്ടോ. ഈ ഒരു ഇത് കുത്തി വെക്കണുള്ളൂ കേട്ടോ. മുകളിൽ ഇങ്ങനെ കുത്തി വെക്കണുള്ളൂ. ഇത് ആ സമയത്ത് കുത്തി വെക്കുക. അങ്ങനെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.